Welcome guys, welcome to Imu's lecture. So നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് ലെക്റ്റിൻ പാത്വേ ആണ്. സോ ഓൾറെഡി നമ്മൾ ക്ലാസിക്കൽ പാത്വേ കണ്ടു. സോ അതുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ലെക്റ്റിൻ പാത്വേ. പക്ഷെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞിരുന്ന ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്നത് അത് അഡാപ്റ്റീവ് ഇമ്യൂൺ റെസ്പോൺസ് ആണ്. ബിക്കോസ് അവിടെ ആന്റിബോഡി ഒക്കെ വന്നിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ആന്റിബോഡീസിന്റെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്നേറ്റ് റെസ്പോൺസിൽ പെടുന്നവനാണ്. ഓക്കെ, സോ ഇൻ ദിസ് ബാക്ടീരിയ വി ക്യാൻ സീ സം മന്നോസ് റെസിഡ്യൂസ്. ഇതിനെയാണ് മന്നോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മന്നോസ് റെസിഡ്യൂസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന, അതായത് ഈ മന്നോസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഇവിടെ ആന്റിബോഡി വരത്തില്ല. അതാണ് ഏറ്റവും ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ വരുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് MBL ആണ്. മന്നോസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മന്നോസുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ. സോ ദാറ്റ് ഈസ് മന്നോസ് ബൈൻഡിങ് ലെക്റ്റിൻ പ്രോട്ടീൻ ആണ്. സോ അതാണ് ഇവിടെ വരുന്നത്. സോ ഈ MBL എന്ന് പറയുന്നത് മന്നോസ് ബൈൻഡിങ് ലെക്റ്റിൻ പ്രോട്ടീൻസ് ആണ്. സോ ദിസ് പ്രോട്ടീൻ ഗെറ്റ് ബൈൻഡ് വിത്ത് ദ മന്നോസ് റെസിഡ്യൂസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ആന്റിജൻസിന്റെ സർഫസിൽ കാണുന്ന കോമ്പൗണ്ട്സുകളെ വി കോൾ ഇറ്റ് എസ് PAMP ആൻഡ് അതുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നവരെ വി കോൾ ഇറ്റ് എസ് PRR. അതായത് ഈ മന്നോസുകളെ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് എസ് PAMP, PAMP, pathogen associated molecular pattern, and this MBL we can refer as PRR, that is the pattern recognition receptor. Okay, അപ്പോൾ ഈ MBL പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവന് C1Q ആയിട്ട് നല്ല സാമീപ്യമുണ്ട്. പക്ഷെ C1Qന്റെ സ്ട്രക്ചറുമായിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. ഇതല്ല ഇതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ. സോ അത് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ ഇവൻ MBLന് C1Qയുടെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ഉണ്ട്. പക്ഷെ C1Q ഇവിടെ ഇല്ല. പകരം C1Qന് പകരം വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരാളാണ് MBL എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള അഡീഷൻസ് ഓഫ് കോംപ്ലിമെന്റ്സ് എല്ലാം സിമിലർ ആയിരിക്കും വിത്ത് ക്ലാസിക്കൽ പാത്വേ. സോ നെക്സ്റ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് C4B ആയിരിക്കും, C4B, ആൻഡ് അവിടെ നിന്ന് പോകുന്നത് A ആയിരിക്കും. സെയിം ആസ് ദ ക്ലാസിക്കൽ പാത്വേ. ഇൻ കേസ് ഓഫ് അത് കഴിഞ്ഞിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് C2A ആയിരിക്കും, B സബ് യൂണിറ്റ് ആയിരിക്കും പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് C3B ആയിരിക്കും, ആൻഡ് പോകുന്നത് A സബ് യൂണിറ്റ് ആയിരിക്കും. ഒരേ ഒരു വ്യത്യാസം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിരിക്കും A സബ് യൂണിറ്റ് വരുന്നത്, ബാക്കി എല്ലായിടത്തും B സബ് യൂണിറ്റ് ആയിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, പോകുന്നത് A സബ് യൂണിറ്റ് ആയിരിക്കും. ആൻഡ് ഇവരെ വിട്ടുപോയി പറയാൻ, C4Bയും C2Aയും കൂടെയാണ് C3നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ C4B and C2A which is called C3 converters. C3 converters ആരൊക്കെയാ? C4Bയും C2Aയും കൂടെ C3 converters ആണ്. And C4B, C2A and C3B they are called C5 converters. C5 convert. അപ്പൊ അടുത്തത് വരുന്നത് C5B ആയിരിക്കും, പോകുന്നത് C5A ആയിരിക്കും. സോ ഇനി വേറെ സബ് യൂണിറ്റ്സ് ഉള്ള ആൾക്കാരൊന്നും അല്ല ഇനി വരുന്നത്. ജസ്റ്റ് C6, C7, C8 ആൻഡ് ലാസ്റ്റ് C9. സോ C5 തൊട്ടുള്ള C9 വരെയുള്ള ആൾക്കാരെ വി കോൾ ഇറ്റ് ആസ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. സെയിം ആസ് ക്ലാസിക്കൽ പാത്വേ. അത് നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം ഞാൻ സമ്മപ്പ് ചെയ്ത് പോവാണ്. സോ മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. സോ ലെക്റ്റിൻ പാത്വേ എന്ന് പറയുന്നത് ക്ലാസിക്കൽ പാത്വേ ആയിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. ഓൺലി ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് C1Q ഇവിടെ ഉണ്ടാവില്ല, പകരം MBL ആയിരിക്കും ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ മന്നോസ് ബൈൻഡിങ് ലെക്റ്റിൻ പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഇവിടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോർമേഷൻ ഒന്നും ഇല്ല. പകരം ഇവിടെ ഉള്ളത്, അതായത് ഇവിടെ ആന്റിബോഡീസിന് വരേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ മന്നോസ് ബൈൻഡിങ് പ്രോട്ടീൻ വരുവാണ്. സോ ദാറ്റ് ഇത് ഒരു ഇന്നേറ്റ് റെസ്പോൺസ് ആണ്. ഇന്നേറ്റ് റെസ്പോൺസ് ആണ്. ഇൻ ക്ലാസിക്കൽ പാത്വേ അത് അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ബാക്കിയെല്ലാം സിമിലർ ആണ്. സോ നെക്സ്റ്റ് പാത്വേ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ ചെറിയൊരു വ്യത്യാസം ഒഴികെ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലെക്റ്റിൻ പാത്വേ ആയിട്ട് സിമിലർ ആണ്. ആൻഡ് ഇവരും ഇന്നേറ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ബിക്കോസ് ഇവിടെ ആന്റിബോഡീസ് ഉണ്ടാവത്തില്ല. സോ നമ്മുടെ ആന്റിജൻ കയറി. ഓക്കെ, സോ നമ്മുടെ
ഇവരുടെ സർഫസിൽ ആന്റിബോഡീസ് ഉണ്ടാവില്ല, പകരം നമ്മുടെ ബ്ലഡിനകത്തുനിന്ന് നമ്മുടെ ബ്ലഡിന്റെ അകത്തുനിന്ന് C3b ഇങ്ങോട്ട് ചാടി എത്തും. ആൻഡ് C3b ആയിരിക്കും ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണത്. സോ ഫസ്റ്റ് അറ്റാച്ച് ചെയ്യണ C3b ആയിരിക്കും. ആൻഡ് C3b അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് കോംപ്ലിമെന്റിന്റെ പേരെന്ന് പറയുന്നത് B കോംപ്ലിമെന്റ് ആണ്. ദ കോംപ്ലിമെന്റ് നെയിംഡ് ആസ് B. സോ ആസ് ഓൾ കോംപ്ലിമെന്റ്സിനെ പോലെ തന്നെ ഇവർക്കും 2 സബ് യൂണിറ്റ്സ് ഉണ്ടാകും. B സബ് യൂണിറ്റും ഉണ്ടാകും, ഒരു A സബ് യൂണിറ്റും ഉണ്ടാകും. അതിൽ B സബ് യൂണിറ്റ് ആയിരിക്കും ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. കൺഫ്യൂസ്ഡ് ആവണ്ട, ബാക്കി എല്ലാവരുടെയും പേര് C3b, 4C4b അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കോംപ്ലിമെന്റ് പേര് B എന്നായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നതും B ആയതുകൊണ്ട് നിങ്ങൾക്ക് പേരിൽ ചെറിയ കൺഫ്യൂഷൻ വരും. സോ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് B സബ് യൂണിറ്റ് ആണ്, പോകുന്നത് A സബ് യൂണിറ്റ് ആണ്. സോ വിൽ ബി നെയിംഡ് ആസ് BB ആൻഡ് പോകുന്നത് A സബ് യൂണിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഈ C3bയും BBയും കൂടെ ചേർന്നിട്ടാണ് അടുത്ത കോംപ്ലിമെന്റ് ആയിട്ടുള്ള കോംപ്ലിമെന്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്ത കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് C3b ഇറ്റ്സെൽഫ്. അടുത്ത കോംപ്ലിമെന്റ് C3b ആണ്. സോ ഇവർ രണ്ട് ചേർന്നിട്ടാണ് ഈ രണ്ടാമത്തെ C3bനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ 2 C3b ഉണ്ട്. സോ ഫസ്റ്റ് C3bയും BBയും ചേർന്നിട്ടാണ് ഇവനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ വി കോൾ C3b plus BB equal to C3 convertase. ഓക്കെ, സോ ഇവർ രണ്ടുപേരെയും നമ്മൾ C3 കൺവേർട്ടേഴ്സ് എന്ന് വിളിക്കും. കാരണം ഇവർ ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ വീട്ടിൽ തന്നെ ഉള്ളവര് പുറത്തുനിന്നൊരു ഗസ്റ്റ് വന്നപ്പോൾ അവനെ സ്വീകരിച്ചു. സോ അവനെ ആക്ടിവേറ്റ് ചെയ്തു. സോ വി കോൾ ദം C3b ആൻഡ് BB ആസ് C3 കൺവേർട്ടേഴ്സ്. നെക്സ്റ്റ് ഇവർ 3 പേരെ കൂടെ ചേർന്നിട്ട് അടുത്ത C5bനെ ആക്ടിവേറ്റ് ചെയ്യും. സോ വി കോൾ ദിസ് 3 ആസ് C5 കൺവേർട്ടേഴ്സ്. ഇത്രയും നേരത്തെ ഉള്ളവര് പുതുതായിട്ട് വന്നവരെ റിസീവ് ചെയ്യുന്നു. അപ്പൊ അവർക്കൊരു പേര് നമ്മൾ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ C3b, BB, C3bയും കൂടെ ചേർന്നിട്ട് അടുത്ത കോംപ്ലിമെന്റ് ആയിട്ടുള്ള C5bനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. C5bനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ പോകുന്നത് A സബ് യൂണിറ്റ് ആയിരിക്കും. ഇവിടെയും A സബ് യൂണിറ്റ് ആണ് പോയത്. ഓക്കെ, ഈ പോകുന്ന A ചുമ്മാ പോകുന്നതല്ല, അവർക്ക് നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പൊ C3b, BB ആൻഡ് C3b ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഇവനെ ആക്ടിവേറ്റ് ചെയ്തത്. സോ വി കോൾ ദിസ് 3 ആസ് C5 കൺവേർട്ടേഴ്സ്. കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. സോ C3b plus BB plus C3b equal to C5 convertase. C5 convertase. അപ്പോൾ നമുക്ക് 2 കൺവേർട്ടേഴ്സ് ഉണ്ട്, C3 കൺവേർട്ടേഴ്സും ഉണ്ട്, C5 കൺവേർട്ടേഴ്സും ഉണ്ട്. നെക്സ്റ്റ് സാധാരണ ആൾക്കാർ വന്ന് ആഡ് ചെയ്യുന്ന പോലെ, ബാക്കിയുള്ളവർ ആഡ് ചെയ്യുന്ന പോലെ C6, C7, C8, C9 ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. C6, C7, C8 അല്ല C9. സോ ഈ C5b തൊട്ടുള്ള ആൾക്കാരെ വി കോൾ ഇറ്റ് ആസ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. ഓക്കെ, C5b, C6, C7, C8 ആൻഡ് C9 is called മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ്. സോ അവരെന്താ ചെയ്യുന്നത്, അവർ നമ്മുടെ മെംബ്രെയിനിൽ എല്ലാം ഇങ്ങനെ പോർസ് ക്രിയേറ്റ് ചെയ്യും. സോ ദേ ഫോം ലൈക്ക് എ പോർ ഫോം ചെയ്തിട്ട്, സോ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്ത് ഫുൾ പോർസ് നമ്മുടെ ഇങ്ങനത്തെ ഇതുങ്ങളെയാണ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ നമ്മുടെ മെംബ്രെയിൻസിനകത്തുള്ള പോർസ്, ഓരോരോ പോർസുകൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് സെൽ ലൈസിസ് ക്രിയേറ്റഡ് ആവും. സോ ദാറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് പാത്വേ. സോ ലെക്റ്റിൻ പാത്വേയിൽ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് മന്നോസ് ബൈൻഡിങ് ലെക്റ്റിൻ പ്രോട്ടീൻ ആണ്. അത് മന്നോസ് റെസിഡ്യൂസിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. നെക്സ്റ്റ് C4b തൊട്ടുള്ള ആൾക്കാർ ആക്ടിവേറ്റഡ് ആവും. ലാസ്റ്റ് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് ക്രിയേറ്റഡ് ആകും. ബട്ട് ഇൻ ഓൾട്ടർനേറ്റീവ് പാത്വേ C3b ഡയറക്റ്റ് ആയിട്ട് വരുവാണ് സ്ഥലത്ത് നിന്ന്. C3b, BB, C3b, C5b പിന്നെ C6 തൊട്ടുള്ള C9 വരെയുള്ള ആൾക്കാർ. സോ അതാണ് ഓൾട്ടർനേറ്റീവ് പാത്വേ. ചെറിയൊരു ഡിഫറൻസ്, നല്ലൊരു വ്യത്യാസം തന്നെ ഉള്ളത് ഓൾട്ടർനേറ്റീവ് പാത്വേയിലാണ്. ഇത്തിരി കൺഫ്യൂഷൻ തോന്നുന്നതും ഇവിടെ ആയിരിക്കും. കാരണം ഇവിടെ B എന്ന് പറഞ്ഞ സബ് യൂണിറ്റ്സ്, B എന്ന് പറഞ്ഞൊരു കോംപ്ലിമെന്റും ഉണ്ട്, സബ് യൂണിറ്റും B ആയതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ബാക്കിയെല്ലാം തന്നെ
സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞ് നോക്കാം. സോ ക്ലാസിക്കൽ ഇതൊരു അഡാപ്റ്റീവ് റെസ്പോൺസ് ആണ്, അഡാപ്റ്റീവ് ആയിരിക്കും. ഇവർ രണ്ടുപേരും ഇന്നേറ്റ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവും ലെക്റ്റിൻ പാത്വേ എന്ന് പറയുന്നതും ഇന്നേറ്റ് ആണ്. ഇവിടെ ആന്റിബോഡി ഫോർമേഷൻ ഇല്ല. ഇവിടെ ആന്റിബോഡിയുടെ ഫോർമേഷൻ ഉണ്ടാകും, എന്നാൽ ഇവിടെ ആന്റിബോഡിയുടെ ഫോർമേഷൻ ഉണ്ടാവത്തില്ല. പിന്നെ പറയുന്നത് ഇവിടുത്തെ C3 C5 കൺവേർട്ടേഴ്സിനും ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ C3 കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് C4b C2a, അതാണ് ഇവിടുത്തെ C3 കൺവേർട്ടേഴ്സ്. ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ C3 കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് C3b B ആയിരിക്കും. ആൻഡ് ഇൻ ലെക്റ്റിൻ പാത്വേ, ലെക്റ്റിൻ ആസ് സെയിം ആസ് ദ ക്ലാസിക്കൽ ആയിരിക്കും C4b C2a, ഇവരായിരിക്കും C3 കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് C5 കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് C4b C2a C3b, ഇവരാണ് C5 കൺവേർട്ടേഴ്സ്. C4b C2a C3b ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ അത് C3b BB C3b. സോ C3b BB C3b ആണ് ഇവിടുത്തെ C5 കൺവേർട്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഓൾട്ടർനേറ്റീവ് പാത്വേയില്. ആൻഡ് ഇൻ ലെക്റ്റിൻ പാത്വേയില് സെയിം ആസ് ഇവർ തന്നെയായിരിക്കും, ക്ലാസിക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് C4b C2a C3b. ഇവിടെ C1Q ഉണ്ടാകും, ഇവിടെ C1 ഉണ്ടാവില്ല. മെംബ്രെയിൻ മൈനോസ് ബൈൻഡിങ് ലെക്റ്റിൻ പ്രോട്ടീൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇൻ ഓൾട്ടർനേറ്റീവ് പാത്വേയിൽ നേരെ തന്നെ C3b ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യണത്. സോ അത്രേ ഉള്ളൂ ക്ലാസിക്കൽ ഓൾട്ടർനേറ്റീവ് ലെക്റ്റിനിലെ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഗൈസ്.